ഹായ് ഡിയർ ഫ്രണ്ട്സ്, സുഭാഷ് ചന്ദ്ര ടോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് സ്കോളർഷിപ്പുകളെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും സ്കോളർഷിപ്പുകളെ കുറിച്ച് അറിയാം. നമ്മുടെ കുട്ടികളും നമ്മളൊക്കെ പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ലൈഫ് തന്നെ സെറ്റിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. 2 കോടി രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കുന്ന റോഡ് സ്കോളർഷിപ്പിനെ കുറിച്ചിട്ട്. നമുക്കറിയാം, നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പം, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പം 4ാം ക്ലാസ്സിന് LSS, USS ഇങ്ങനെയൊക്കെ എഴുതിയിട്ടാണ് സ്കോളർഷിപ്പ് എന്നുള്ള വേർഡ് നമ്മൾ പരിചയപ്പെടുന്നത്. അതൊക്കെ വളരെ മിനിമലായിട്ടുള്ള നമ്മുടെ സ്കൂൾ തലത്തിൽ നമ്മളൊന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പുകളാണ്. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഇൻ്റർനാഷണൽ ലെവലിൽ ഉള്ള സ്കോളർഷിപ്പുകൾ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ സെറ്റാണ്. അത്തരത്തിലുള്ള ഒരു സ്കോളർഷിപ്പാണ് റോഡ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. 1902 സെസിൽ ജോൺസ് റോഡ്സ് എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളുടെ യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിട്ടുള്ള സ്കോളർഷിപ്പാണ് റോഡ് സ്കോളർഷിപ്പ്. ഏതാണ്ട് 100 വർഷത്തോളം കഴിഞ്ഞു ഈ സ്കോളർഷിപ്പ് നിലവിൽ വന്നിട്ട്. ഇത്തരത്തിലുള്ള ഒരു സ്കോളർഷിപ്പിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അപ്പോൾ എന്താണ് റോഡ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്? റോഡ് സ്കോളർഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ പഠിക്കുന്ന കോളേജുകൾ, നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ തന്നെ നമ്മുടെ കരിയർ നിശ്ചയിക്കുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സാണ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ചില കോളേജിൽ പഠിച്ചാൽ ആ കോളേജിൽ പഠിച്ചു എന്നുള്ളത് തന്നെ നല്ല കരിയറിൽ എത്തിപ്പെടാനുള്ള ഒരു കാരണമായിട്ട് കാണാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഓക്സ്ഫോർഡ് പോലുള്ള യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാനുള്ള അവസരം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ ഏത് ലെവലിലേക്കാണ് ഉയരുക ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അതിനുള്ള അവസരമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ലോകത്തിലുള്ള ഇംഗ്ലീഷ് സംസാരിക്കുന്ന പല രാജ്യങ്ങളിലെയും കുട്ടികൾ ഈ റോഡ് സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. പക്ഷേ വളരെ പരിമിതമായ ആൾക്കാർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള സ്കോളർഷിപ്പ് ലഭിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇതിന് അപ്ലിക്കേഷൻ അയക്കാതിരിക്കരുത്. കാരണം ഓരോ സ്കോളർഷിപ്പിനും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കും. എന്നെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു സ്കോളർഷിപ്പ് ലഭിക്കുകയും ചെയ്യും. റോഡ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയത് തന്നെ ലോകത്തിലെ ഏറ്റവും നല്ല സിവിക് സെൻസുള്ള ലീഡർഷിപ്പായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രോസസ്സും ആ രീതിയിലാണ് പോകുന്നത്. ആദ്യം നിങ്ങളെക്കുറിച്ചുള്ള ഒരു പേഴ്സണൽ ഇൻഫർമേഷൻ നിങ്ങൾ റോഡ്സ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണം, നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്തോ, നിങ്ങൾ ഹിമാലയം കീഴടയ്ക്കോ എന്നുള്ളതൊന്നുമല്ല റോഡ് സ്കോളർഷിപ്പ് കിട്ടാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത്. നിങ്ങൾ റോഡ്സ് കമ്മ്യൂണിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ലോകത്തിന് വേണ്ടി എന്താണ് ചെയ്യുക, ഈ ലോകത്തിൻ്റെ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ളതാണ് റോഡ്സ് പലപ്പോഴും ഇത്തരം സ്കോളർഷിപ്പിലൂടെ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് ആണോ നിങ്ങൾ എന്നുള്ളതാണ് ആദ്യമേ തന്നെ റോഡ്സ് ചെക്ക് ചെയ്യുന്നത്. അതിന് ഫസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഡാറ്റാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടാകും. ആ ഇൻ്റർവ്യൂസിനകത്താണ് നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ഇൻ്റർവ്യൂ കൂടെ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഓൾഡ് ആയിട്ടുള്ള ഈ ഒരു റോഡ് സ്കോളർഷിപ്പിന് നിങ്ങൾ എലിജിബിളായിട്ട് മാറും. റോഡ് സ്കോളർഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ട്യൂഷൻ ഫീസ് കംപ്ലീറ്റ് ആയിട്ടും റോഡ്സ് തന്നെ വഹിക്കും. അതുകൂടാതെ നിങ്ങളുടെ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്, നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു കുട്ടിക്ക് ഒരു പഠനകാലത്ത് വേണ്ട എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഡിഗ്രി കഴിഞ്ഞ ആൾക്കാർക്കാണ് ഇത്തരം സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഒരു ഏജ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു കാര്യം, നിങ്ങൾ റോഡ് സ്കോളർഷിപ്പിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാകുക. റോഡ് സ്കോളർഷിപ്പിനെ കുറിച്ച് മാത്രമല്ല, ഞാൻ ഇനിയുള്ള വീഡിയോകളിൽ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള കുറച്ചധികം വീഡിയോസ് ചെയ്യുന്നുണ്ട്. പരമാവധി ഏറ്റവും മികച്ച ഇൻ്റർനാഷണൽ ലെവലിൽ അംഗീകാരമുള്ള സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ റോഡ് സ്കോളർഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഒക്കെയുള്ള ചർച്ചകൾ നമ്മുടെ ഈ പല രാജ്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇതിനെ കാണുന്നത് നമ്മുടെ കുട്ടികളും ഇന്ത്യയിൽ നിന്നുള്ള പലരും ഈ സ്കോളർഷിപ്പുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്.
അതിൽ നമുക്ക് ഏറ്റവും അറിയപ്പെടുന്ന വ്യക്തിയാണ് മൊണ്ടേസിംഗ് അലുവാലിയ എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ്. ലോകത്തിൻ്റെ പല മേഖലകളിലും ലീഡ് ചെയ്യുന്ന പല ആൾക്കാർക്കും ഈ റോഡ് സ്കോളർഷിപ്പ് ലഭിക്കുകയും അതിനുശേഷം അവർ വലിയ നിലയിലേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളും തീർച്ചയായിട്ടും ഇത്തരം സ്കോളർഷിപ്പിനെ കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഈ സ്കോളർഷിപ്പിന് അപ്ലിക്കേഷൻ അയക്കുകയും ചെയ്യുക. ഈ സ്കോളർഷിപ്പിൻ്റെ അപ്ലിക്കേഷൻ അയക്കേണ്ട കാര്യങ്ങൾ ഞാൻ താഴെ നിങ്ങൾക്ക് ലിങ്ക് കമൻറ്റിൽ നിങ്ങൾക്ക് തരാം. അതുകൂടാതെ 2026 വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് 2025 ജൂണിലാണ് ആരംഭിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് പഠിച്ചെടുക്കുക, സ്കോളർഷിപ്പിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക, ഇൻ്റർനാഷണൽ ലെവൽ സ്കോളർഷിപ്പിനെ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ കൂടുതൽ അത്തരം വീഡിയോസും കൂടെ ചെയ്യാൻ ശ്രമിക്കാം. സോ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വീഡിയോ കണ്ടതിന് താങ്ക്സ് പറയുകയാണ്. നിങ്ങൾ ഇത്തരം ഇൻഫർമേഷൻസ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യണം. പലരുടെയും പ്രശ്നം ഒരു ഇൻഫർമേഷൻ എനിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് മറ്റാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറില്ല. നല്ല ഇൻഫർമേഷൻസ് ലഭിക്കുകയാണെങ്കിൽ അത് സമൂഹത്തിൽ എല്ലാവർക്കും കൊടുക്കുക. അത്തരത്തിലുള്ള അറിവ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എപ്പോഴും അറിവ് എന്ന് പറയുന്നത് ഷെയർ ചെയ്യാനുള്ള കാര്യമാണ്. ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് ഇരട്ടിയാകും എന്നുള്ള യാഥാർത്ഥ്യം. സോ ഈ ചാനലിൽ വരുന്ന വീഡിയോസ് ആദ്യം തന്നെ കാണുന്നതിന് നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്